കരുണാകരന്റെ 5ാം ചരമവാർഷിക ദിനമാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ അടക്കം കരുണാകരനെ ലീഡറുടെ ലീഡർഷിപ്പിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പലതും കുറിക്കുമ്പോൾ ചിലർ അന്നത്തെ ആ സംഭവങ്ങളിൽ ഖേദപ്രകടനം നടത്തുമ്പോൾ ലീഡർ ഒരു ഓർമ്മപ്പെടുത്തലാകുകയാണോ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ? ആ വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ചരമവാർഷിക ദിനം മറയാക്കി കോൺഗ്രസിൽ തുറന്ന ഗ്രൂപ്പ് പോര്. കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിൽ തനിക്കെതിരെ വന്ന ലേഖനത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്തെത്തി. പ്രവർത്തന ശൈലിയിൽ യാതൊരു മാറ്റവും വരുത്തില്ലെന്നും തന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം ഇല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരെയും പ്രീണിപ്പിക്കാതെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യനീതി ഉറപ്പുവരുത്തിയ നേതാവായിരുന്നു കെ കരുണാകരൻ എന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഒളിയമ്പ്. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ചെന്നിത്തലയുടെ വിമർശനം. കെ കരുണാകരന്റെ 5ാം ചരമവാർഷിക ദിനം മറയാക്കിയാണ് AI ഗ്രൂപ്പുകൾ തുറന്ന പോരിലേക്ക് എത്തിയിരിക്കുന്നത്. കെ കരുണാകരന്റെ ശൈലിയെ പ്രകീർത്തിച്ച് കഴിഞ്ഞ ദിവസം വീക്ഷണം ലേഖനം എഴുതിയിരുന്നു. ലേഖനത്തിന്റെ ഉള്ളടക്കം മുഖ്യമന്ത്രിക്കും ഭരണത്തിനും എതിരായിരുന്നു. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കോൺഗ്രസ് പെരുവഴിയിൽ കെട്ടിയ ചെണ്ട ആയിരുന്നില്ല എന്നായിരുന്നു ലേഖനത്തിന്റെ ഉള്ളടക്കം. ഒരു ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ ഇതിന് മറുപടി എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. തന്റെ ശൈലി മാറ്റില്ല, പ്രവർത്തന രീതി വളരെ സുതാര്യമാണ്, തെറ്റ് ചെയ്തുവെന്നോ ചെയ്യുന്നുവെന്നോ കരുതുന്നില്ല, അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ നിലയിൽ തന്നെ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനത്തെ പരോക്ഷമായി വിമർശിച്ച് ആഭ്യന്തരമന്ത്രിയും രംഗത്തെത്തി. കെ കരുണാകരന്റെ പ്രവർത്തനം മുൻനിർത്തിയായിരുന്നു ഇത്. ജനകീയനായ ഒരു രാഷ്ട്രീയ നേതാവിന് എങ്ങനെ അതിശക്തനായ ഭരണാധികാരിയായി മാറാൻ കഴിയും എന്നതിന് ഉത്തമോദാഹരണമാണ് കെ കരുണാകരൻ. ആരെയും പ്രീണിപ്പിക്കാതെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കിയിരുന്നു. വികസനം എന്നത് വെറുമൊരു പ്രചരണായുധമല്ല, മറിച്ച് ജനങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒന്നാകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നുവെന്നും ചെന്നിത്തല ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി. ആരെയും അഴിച്ചുവിടാതെ നിർത്തേണ്ടടുത്ത് നിർത്തിയുള്ള ഭരണമായിരുന്നു കരുണാകരന്റേതെന്നും ചെന്നിത്തല കുറിക്കുന്നു. ഇന്നിപ്പോൾ കരുണാകരനെ അനുസ്മരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വീക്ഷണത്തിൽ വന്ന മുഖലേഖനമായാലും അതിനോടുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി, ചെന്നിത്തലയുടെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിനൊക്കെ ഇടയിൽ സുപ്രധാനമായുള്ളത് അന്നത്തെ ആ സംഭവങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ശ്രീ ചെറിയാൻ ഫിലിപ്പിന്റെ ഖേദപ്രകടനമാണ്. ഏതായാലും ആദ്യം ശ്രീ ചെറിയാൻ ഫിലിപ്പിലേക്ക് തന്നെ പോകാം. സ്വാഭാവികമായും എന്തുകൊണ്ട് ആ ഖേദപ്രകടനം എന്ന ഒരു കൃത്യമായ മറുപടി അദ്ദേഹം തന്നെ തരും. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പോസ്റ്റ്, ഒരു ഖേദപ്രകടനം എന്ന രീതിയിൽ ലീഡറോടുള്ള ഒരു അനുസ്മരണം, അന്നത്തെ ആ സംഭവങ്ങളിലുള്ള ഒരു ഖേദപ്രകടനം ഒക്കെ നടത്താനിടയാക്കിയ ഒരു ചേതോ വികാരം എന്താണ്? ഇന്ന് കെ കരുണാകരൻ്റെ 5ാം ചരമദിനമാണ്. ഇന്ന് രാവിലെ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ മനസ്സിലൊരു വിങ്ങലുണ്ടായി. ഞാൻ രാവിലെ തന്നെ കെ കരുണാകരൻ്റെ പ്രതിമയ്ക്ക് മുമ്പിലെത്തി. അവിടെ കെ മുരളീധരനും ശരത്ചന്ദ്ര പ്രസാദും സുധീരനും ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാരുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ കുറേ ദിവസങ്ങളായി അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ? 20 വർഷം മുമ്പ് ചെയ്ത ഒരു അധർമ്മമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലെ നിദാനം. അതായത് ശ്രീ കെ കരുണാകരനെ അതിനീചമായി അട്ടിമറിച്ച ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ഹീനവൃത്തിയിൽ ഞാനും പങ്കാളിയായിരുന്നു. അതിൽ എൻ്റെ പങ്കാളിത്തം മറച്ചുവെച്ചിട്ടില്ല. പലപ്പോഴും ഞാൻ കരുണാകരനോട് ഇക്കാര്യം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പരസ്യമായി അത് ഒരു മാപ്പിരക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതിൽ പ്രധാനമായും പറയുന്നത്, അന്ന് കരുണാകരനെ രാജ്യദ്രോഹിയായും ചാരനായും ചിത്രീകരിച്ച ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തെ ജനമധ്യത്തിൽ താറടിക്കുന്ന അവസ്ഥയായിരുന്നു. ഹൈക്കമാൻഡിന് മുമ്പിൽ ഒരു കുറ്റപത്രം തയ്യാറാക്കി നൽകുകയും രാജ്യമൊട്ടാകെ കരുണാകരനെക്കുറിച്ച് വളരെ ദുഷ്കീർത്തികരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യോഗങ്ങൾ നടത്തിയ സന്ദർഭങ്ങളുണ്ട്. അതുപോലെ തന്നെ കരുണാകരൻ്റെ കൂടെ വന്നിരുന്ന 7 MLA-മാരെ കരുണാകരൻ ഗ്രൂപ്പിൽ നിന്ന് മാറ്റി A ഗ്രൂപ്പിലേക്ക് മാറ്റി. അതിൻ്റെ പിന്നിൽ പലരെയും പ്രലോഭിച്ച് അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ നൽകി അല്ലെങ്കിൽ ഒരു കുതിരക്കച്ചവടം തന്നെയാണ് നടന്നത്. ഇത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ത്യാഗിയായ മനുഷ്യസ്നേഹിയായ നേതാവിനെ തൻ്റെ കസാരയിൽ നിന്നും അധികാര കസാരയിൽ നിന്നും ഇറക്കി വിട്ടത് എന്നുള്ളത് ഒരു വലിയ പാപമായി. ഇത്രയും വലിയൊരു അധർമ്മം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. ആ പാപത്തിൽ പങ്കാളിയായതിൻ്റെ കുറ്റബോധം കൊണ്ടാണ്, മനസ്താപം കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നിടാൻ തയ്യാറായത്. യെസ്, ആദരിയതാം. ശ്രീ ആനത്തലവട്ടം, ഒരുപക്ഷെ അന്നത്തെ ആ സംഭവത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടായതും ഇപ്പോൾ അത് പരസ്യമായി പറയണമെന്നൊരു സാഹചര്യം ഉണ്ടായതും. പക്ഷേ സ്വാഭാവികമായും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആളെ മഹത്വവൽക്കരിക്കുക എന്ന് പറയുന്നത് മലയാളിയുടെ സ്വഭാവമാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ലീഡറെ മഹത്വവൽക്കരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് എത്തി നിൽക്കുന്ന ആ ഒരു കോൺഗ്രസ് രാഷ്ട്രീയം എന്താണ്? അത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്ന നടപടികളോട്, നിലപാടുകളോട്
കോൺഗ്രസിനകത്ത് തന്നെ അതിശക്തിയായ എതിർപ്പ് ഉയർന്നു വന്നിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് ശ്രീ രമേശ് ചെന്നിത്തല കേന്ദ്രത്തിന് കത്തെഴുതിയത്. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ അവസാന കാലത്തെല്ലാം ശ്രീ കെ കരുണാകരനോടൊപ്പം നിന്നിരുന്നു. അന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഇത്തരത്തിലൊരു അന്ന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒരു ഖേദപ്രകടനം നടത്തുകയും ചെയ്തത്. പക്ഷേ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി ഒരുപക്ഷെ അന്ന് താങ്കൾ അതിനൊരു പരസ്യമായ ഒരു ഇത്തരത്തിലൊരു തുറന്നു പറച്ചിലിന് തയ്യാറായില്ല. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ 5ാം ചരമവാർഷികത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലൊരു ഖേദപ്രകടനം നടത്തുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സാഹചര്യം എന്തുകൊണ്ട് അതിന് ഉപയോഗപ്പെടുത്തി? ശ്രീ ചെറിയാൻ ഫിലിപ്പ്. കോൺഗ്രസിൽ ഞാൻ എക്കാലവും ശ്രീ എ കെ ആനോടൊപ്പം നിന്നിരുന്ന ആളാണ്. എ കെ ആനോട് നിന്നിരുന്നപ്പോൾ പോലും 74 ഈ ഗ്രൂപ്പ് മത്സരങ്ങൾ നടക്കുമ്പോൾ ഉമ്മൻചാണ്ടി നേതൃത്വത്തിലുള്ള ഗ്രൂപ്പിൽ നിന്നും കുറേ മാറി നിൽക്കാൻ സുധീരനും ഞാനും തയ്യാറായി. ഉമ്മൻചാണ്ടിയുടെ പല നടപടികളോടും ഞങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ സുധീരനും ഞാനും വേറിട്ട ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ഞങ്ങൾ ആൻ്റണിയോടൊപ്പം തന്നെയായിരുന്നു. പക്ഷേ ആൻ്റണി നിർദ്ദേശിച്ചനുസരിച്ച് 1998 കെ കരുണാകരൻ തിരുവനന്തപുരത്ത് ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യ പ്രചാരകനായി ആൻ്റണി എന്നെ നിയോഗിച്ചു. കരുണാകരൻ്റെ ആഗ്രഹം അതായിരുന്നു. അതിനുശേഷം കരുണാകരൻ്റെ വിജയം ഉണ്ടായപ്പോൾ അദ്ദേഹവുമായി ഞാൻ വളരെ മാനസികമായി അടുത്തു. അദ്ദേഹത്തെ ഇറക്കിവിട്ട പല സംഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ പങ്കാളിത്തം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അന്ന് ഇടയായ സാഹചര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അത് ക്ഷമിക്കുകയും ചെയ്തു. ഇക്കാര്യം കെ മുരളീധരനും പത്മജ വേണുഗോപാലിനും മാത്രമല്ല ശരത്ചന്ദ്ര പ്രസാദ്, അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ലീഡറുമായി പഴയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ശരത്ചന്ദ്ര പ്രസാദ് ഉണ്ടായിരുന്നു. പിന്നീട് അവസരത്തിൽ പീതാംബർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാനസികമായി കെ കരുണാകരനോട് വളരെ അടുത്തു, കോൺഗ്രസിലുള്ളപ്പോൾ തന്നെ. കോൺഗ്രസിൽ ഞാൻ വിടുമ്പോൾ കെ കരുണാകരനും എ കെ ആൻ്റണിക്കും ഒരുപോലെ വിശ്വസ്തനായിരുന്നു. അതിനുശേഷവും അദ്ദേഹം കോൺഗ്രസിൽ നിന്നും കരുണാകരൻ വിട്ട് DIC ഉണ്ടാക്കി NCP വന്നു. പല സന്ദർഭങ്ങളിലും ദുഃഖഭാരത്തോടുകൂടി അദ്ദേഹം നിൽക്കുമ്പോൾ പലപ്പോഴും എന്നെ വിളിക്കുമായിരുന്നു. കോൺഗ്രസിലായ സന്ദർഭത്തിൽ സോണിയാഗാന്ധിയെ കാണാൻ കൊടും മഞ്ഞുള്ള ഡൽഹിയിൽ പോയി പലപ്പോഴും അവിടെ നിന്ന് വളരെ തിക്താനുഭവം ഉണ്ടായി. അതായത് 2-3 ദിവസം കാത്തുകെട്ടി കിടന്നിട്ട് പോലും കൊടും മഞ്ഞിൽ അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചിട്ടില്ല.